ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നേരത്തെ എണീറ്റ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. മോൻ ഇപ്പോഴാണ് ഉറങ്ങിയത് കേട്ടോ. മോൻ ഉറങ്ങിയപ്പോഴാണ് ഞാനും അമ്മയൊന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഗുഡ് മോർണിങ്ങിനേക്കാൾ ഇതിന് ഏറ്റവും ഉചിതമാവും ഒരു ഉച്ചര ആയതുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ആവും. ഏകദേശം ഒരു 11 മണിക്കാണ് ഞാൻ എണീറ്റ് വരൽ തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഫസ്റ്റ് തന്നെ ബ്രഷ് ചെയ്യാണ്. പഴയ ആൾക്കാർ പറയണ പോലെ ഒരു 5 മണിക്ക് എണീറ്റ് ഒരു കപ്പ് ഹോർലിക്സ് ഒക്കെ കുടിച്ച് കുളിമുറി പോയി എണ്ണയും തൈലും കുഴമ്പൊക്കെ തേച്ച് ചൂടുവെള്ളമൊക്കെ ആക്കി ഉറക്കൊന്നും ശരിയാവാതെ അവിടെ പോയി ഇരുന്ന് തിരിച്ച് വരുമ്പോഴേക്കും കുട്ടി ഉണർന്നുണ്ടാവും. അങ്ങനത്തെ ആചാരങ്ങളൊന്നും ഇവിടെ ഇല്ല. കുളിക്കണം എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഞാൻ എപ്പോഴാണ് ഉറങ്ങുക എന്നുള്ളത്. കാരണം മോനൊന്ന് അഗാധ നിദ്രയിലേക്ക് ആവണമെങ്കിൽ തന്നെ ഒരു പുലർച്ചെ 3 മണി, അപ്പോഴാണ് അവൻ്റെ രാത്രി തുടങ്ങുക. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഉറങ്ങുക. അമ്മ ഞാൻ എടുത്ത് കിടക്കണതിനോട് അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അമ്മ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് എണീപ്പിക്കലില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉറങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പറയൽ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പ്രശ്നങ്ങൾ ഇവിടെ തോന്നലില്ല. അപ്പോൾ അമ്മ വേഗം അടിച്ചു വാരുകയാണ്. കുട്ടിയുള്ള വീടാണ്, ഒക്കെ അലങ്കോലായി കിടക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും കാണാൻ വരുമ്പോൾ വീടൊന്ന് വൃത്തിയായി നിൽക്കണമല്ലോ. ആ ജനൽമിൽ കാണുന്ന ബലൂൺ എന്ന് പറയുന്നത് മോൻ്റെ 28 കെട്ടിനുണ്ടായിരുന്ന ബലൂണാണ് കേട്ടോ. കുറ്റിയെടുത്തി, ഇവിടെ കുറ്റിയെടുത്തി നമ്മൾ വിളിക്കണ വല്യമ്മേനെയാണ് കേട്ടോ. അപ്പോൾ കുറ്റിയെടുത്തി അമ്മയ്ക്കും അതങ്ങനെ പൊട്ടിപ്പോണ കണ്ടിട്ടൊരു സങ്കടം, അങ്ങനെ ജനൽമം തൂക്കിയതാണ്. പഴയ ആൾക്കാർക്ക് ഒന്നും ഇട്ടാളാൻ തോന്നൂലല്ലോ ഗൈസ്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഇത് പൂളപ്പുട്ടാണ് കേട്ടോ. എത്ര ആൾക്കാർ പൂളപ്പുട്ട് തിന്നിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പൂളേൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല, അത് ചെറുവായത്ത് അമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ. അങ്ങനെ മോൻ അമ്മേൻ്റെ മടിയിൽ കിടക്കുന്ന സമയമായപ്പം ഉണ്ണി നഖം വെട്ടിക്കൊടുക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവൻ്റെ നഖം വെട്ടിക്കൊടുത്തത്. ഈ ആഴ്ച ആകുമ്പോഴേക്കും നഖം വേഗം വളർന്നിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെ നഖം എത്ര പെട്ടെന്ന് വലുതാവുന്നത് അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ടേന് കേട്ടോ. ഓനും മാന്തും ബാക്കിയുള്ളവരും മാന്തും. ഓൻ്റെ മുഖത്തന്നെ മാന്തിയിട്ട് ഓൻ തന്നെ കരയും. ചിരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ട്. എന്തിനാ അവൻ ചിരിക്കണതെന്ന് അറിയില്ല. ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാമനും മോനും നല്ല കമ്പനിയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഓൻ പറയണേ ഓൻ വരട്ടെ, ഓൻ ഞാൻ അടിക്കും കച്ചറ ഉണ്ടാക്കുന്നൊക്കെ. പക്ഷേ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ് മോൻ വന്നതിന് ശേഷമാണ് മാമൻ എന്നുള്ളൊരു ലേബലിലേക്ക് ഓൻ മാറിയപ്പോൾ അനിയൻ എന്നുള്ളതിന് കുറേ മാറ്റങ്ങൾ വന്നത്. അങ്ങനെ അച്ചു വന്നിട്ട് മോനെ കളിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അമ്മ അതാ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് ചോറും വെള്ളമൊക്കെ സെറ്റാക്കുകയാണ്. ഈ പണികളൊക്കെ മോൻ്റെ ഉറക്കം കഴിയുമ്പോഴേക്കും കഴിയണം. എന്നാൽ മാത്രമേ അമ്മയ്ക്കും രാവിലത്തെ സമയത്ത് കുറച്ചൊന്നും ഉറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് മോനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ പാളയിൽ ഇനി കുളിപ്പിച്ചിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇനി പരമ്പരാഗത രീതിയിൽ മോനൊന്ന് കുളിച്ച് കാണണം എന്നുള്ളത്. കാരണം ഞങ്ങളൊക്കെ കുളിച്ചതിന് പാളയിലാണ്. ഇപ്പം പാള അമ്മക്ക് ഉണ്ട്, അപ്പോൾ അതിലൊന്ന് കുളിപ്പിക്കണമെന്ന്. പക്ഷേ ഇവൻ്റെ പരാക്രമങ്ങൾ മൂലം അമ്മയ്ക്ക് അങ്ങനെ പറ്റാതെ അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ആ ഒരു ബേബി ബാത്തിങ് ടബ് അടിപൊളിയാണ്. ഫസ്റ്റായിട്ടൊക്കെ അമ്മമാരായിട്ട് കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അടിപൊളിയായി വർക്ക് ചെയ്യും. അപ്പോൾ ലിങ്ക് ഞാൻ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തു. അങ്ങനെ അതാ ഉണ്ണി അച്ഛൻ കൂടി മഴ ഇല്ലാത്തൊരു സമയത്ത് കാറൊക്കെ കഴുകി കാറൊക്കെ മൂടിയിടാണ് കേട്ടോ. ആസ്പേക്ക് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി കുളിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും എത്ര ഉറക്കുണ്ട് എന്ന് പറഞ്ഞാലും ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ഫ്രഷ് ആയ പോലെ തോന്നും. പക്ഷേ കുളിമുറിൻ്റെ ഉള്ളിൽ അത്രയും നേരം ഇരിക്കണത് ആലോചിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് തോന്നും. പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഗൈസ്. അപ്പോഴേക്ക് അമ്മ അതാ കുഞ്ഞുമണീനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓന് വൈറ്റമിൻ്റെ ഡ്രോപ്സ് കൊടുക്കുകയാണ്. ഓന് ഇഷ്ടമല്ല ആ സംഭവം കുടിക്കണത്. അത് ആദ്യമൊക്കെ ഞാൻ നടുവിലൂടെ ഇനി വൈറ്റമിൻ്റെ ഡ്രോപ്സ് കൊടുത്തിരുന്നത്. പിന്നെ ഞാനൊരു ഡോക്ടറെ വീഡിയോ കണ്ട് സൈഡിലൂടെ കൊടുത്താൽ അത് വേഗം വായിലേക്ക് ഇറങ്ങി പോകുന്നു. ഇപ്പോൾ സൈഡിലൂടെയാണ് കൊടുക്കൽ കേട്ടോ. ഓന് ഇഷ്ടമല്ല. ഇന്ന് ഓൻ്റെ വാക്സിനേഷൻ ഡേ ആണ്. പാവം എൻ്റെ കുഞ്ഞാവ് അതൊന്നും അറിയാതെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്ന് ഓൻ നമുക്ക് കുത്തിവെക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോഴേ ഒരു സങ്കടമുണ്ട്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അമ്മമാർ മക്കളെ കുത്തുമ്പോൾ കരയണം കേട്ടോ. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണ്. ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അതും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ഫീഡിങ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ വാക്സിനേഷന് കൊണ്ടുവരുമ്പോൾ നമ്മൾ അമ്മയും കുഞ്ഞും ബുക്കും ആധാറും ഫോണുമാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഒന്നും കൂടി കൺഫേം ആക്കി അതൊക്കെ ഇല്ലേ എന്നുള്ളത്. ഓനെ നമ്മൾ കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അച്ചു മില്ല് പോകാണ്ടേനി കേട്ടോ. അപ്പോൾ ഓനും കൂടെ പോന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളെടുത്ത് തന്നെയാണ് അംഗൻവാടി, നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. ഇവിടെ അംഗൻവാടിയിലാണ് ഫസ്റ്റ് പേര് കേട്ടോ കുത്തിവെക്കാനുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ വേറെയും കുറേ കുഞ്ഞാവകളും അതുപോലെ തന്നെ ടീറ്റ അടിക്കാനുള്ള അമ്മമാരൊക്കെ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഓനെ ടീറ്റ അടിച്ച് വാക്സിൻ എടുത്തിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് അമ്മമാർ കരയണതെന്നുള്ളത്. ഞാൻ അതിശയോക്തിക്കും അങ്ങനെയൊന്നും പറയല്ല, ഞാൻ നല്ലപോലെ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം ഓൻ അത്രയും സൗണ്ടിൽ 2 കൈക്കും 1 കാലിനും 2 കാലിനും 1 കൈക്കാണ് എടുത്തിട്ടുണ്ടായിന്. ഒരു കാലിൻ്റെ അത് വേദന ഉണ്ടാവും. പാരസെറ്റമോൾ തന്നിട്ടുണ്ടായിന്, സിറപ്പ് കേട്ടോ. നല്ലോണം കാലിളക്കി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിന്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ കഞ്ഞി കുടിച്ചിട്ടോ. അപ്പോൾ അത് അമ്മയും കുഞ്ഞാൻ്റെയും മാറി മാറി കാലിളക്കി കൊടുക്കുകയാണ്. എനിക്ക് അന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളമ്മമാർ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും ഓല്
നമുക്കൊരു കുഞ്ഞു മുറി പറ്റുമ്പോഴേക്കും എൻ്റെ കൂടെ എൻ്റെ അമ്മ ലേബർ റൂമിൻ്റെ സൈഡ് വന്ന് ഞാൻ ഡെലിവറിൻ്റെ സമയത്ത് നല്ലപോലെ കരഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ എന്താണ് അമ്മേൻ്റെ ആ വികാരം എന്നുള്ളതൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇടയിൽ കാലിളക്കി കൊടുത്തിട്ടുണ്ടേനി. 6 മണിക്കൂർ കൂടുമ്പം പാരസെറ്റമോളിൻ്റെ ആ സിറപ്പ് കൊടുക്കേണ്ടിനി. ഓനപ്പം നല്ല പനിയാണ്. ചുരുക്കം പറഞ്ഞാൽ അന്ന് ഓൻ ഉറങ്ങിയിട്ടേ ഇല്ല. വൈകുന്നേരം നല്ല മഴ വരുന്നുണ്ടേനി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടേനി കലിയാൻ പോണത് തലേന്നേനി വാണ്ടിയത്, ഇന്നാണ് കലിയാൻ പോണത് വൈകുന്നേരം എന്നൊക്കെ. അതിൻ്റെ തലേന്നേനി മറ്റേ നമ്മളെ വാവ് ഇട്ടോ എന്തോ അങ്ങനെ എന്തോ സംഭവം. ഇടയിലൊന്ന് മോൻ ഉറങ്ങിയിട്ടുണ്ടേനി. അപ്പോഴേക്കും അമ്മ അതാ ചിക്കനൊക്കെ റെഡിയാക്കുകയാണ്. അരുണേട്ടനും ശില്പയൊക്കെ നിൽക്കാൻ വരും. നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു ദിവസമാണ്. ഉണ്ണി മാത്രം ഇവിടെ അല്ലേനോ റിസോർട്ടിൽ പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ എനിക്ക് കാടമുട്ട തരലുണ്ട് വൈകുന്നേരം. എൻ്റെ മാതാശ്രീ ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ച് ഈ സമയത്ത് മഞ്ഞളൊക്കെ നല്ലോണം ഉള്ളിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഭൂലോകത്തുള്ള എല്ലാ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒരു ലോഡ് നെയ്യും അതിലൊഴിക്കും. ലാസ്റ്റ് ഞാൻ കാടമുട്ട കഴുകിയാണ് തിന്നത്. എന്നിട്ടും അതിമത്തെ മഞ്ഞൾ പോയിട്ടില്ലേനി കേട്ടോ. അമ്മമാർ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ കുട്ടി വ്ളോഗ് പറഞ്ഞ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.